ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്ത് ചെയ്ത സ്ഥലത്ത് തന്നെ ഒരുപാട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യരുത്. അപ്പം നമ്മൾ ആദ്യം ചെയ്തതും കൂടെ ആ ഒരു സ്പോഞ്ചിലേക്ക് അങ്ങോട്ട് ഇളകിപ്പോരും. നിങ്ങൾക്ക് ഈ സ്പോഞ്ചിന് പകരം ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ബ്രഷ് ആകുമ്പോൾ ഒരു ലൈൻസ് ആയിട്ട് ഇങ്ങനെ കാണും. ഈ ഒരു സ്പോഞ്ച് ആണെങ്കിൽ നല്ലൊരു ടെക്സ്ചറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ജെസ്സോ വേണമെങ്കിൽ ഒന്ന് ബോട്ടിലിൽ ഒരു കോട്ട് അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ പെയിൻറ്റ് പീൽ ചെയ്ത് പോകുന്നു എന്നുള്ള കംപ്ലയിൻ്റ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ജെസ്സോ ചെയ്യാൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെവിക്കോളും വെള്ളവും ടാൽക്കം പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പെയിൻറ്റിൻ്റെ ഒരു ടെക്സ്ചറിലാക്കിയിട്ട് നമ്മൾ ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് പിന്നെ ഒരിക്കലും ഇളകി പോകുമൊന്നുമില്ല. ഇപ്പം നമ്മൾ ബോട്ടിൽ ഫസ്റ്റ് കോട്ട് അടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റിലേക്ക് കുറച്ച് ബ്ലൂവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്കൈ ബ്ലൂവിൻ്റെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബോട്ടിൽ മുഴുവനായിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ട് തന്നെ അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വൈറ്റ് അടിച്ചിട്ട് പിന്നെ സെക്കൻഡ് കോട്ടായിട്ട് ലൈറ്റ് ബ്ലൂ അടിക്കുകയാണല്ലോ. അപ്പോൾ രണ്ട് കോട്ട് അടിച്ച് ഈ ഒരു വൈറ്റും ഈ ഒരു ബ്ലൂവും കൂടി അടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി ഒന്ന് ലൈറ്റ് ബ്ലൂ അടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബോട്ടിലൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനൊരു നാവി ബ്ലൂ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ബ്ലോക്ക് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലുള്ള ഒരു കുഞ്ഞ് ഡിസൈൻ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒന്നിങ്ങനെ ഒരു ബോട്ടിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. പിന്നെ അധികം വലിയൊരു ഡിസൈൻ ആകുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ കുഞ്ഞായിട്ട് തന്നെ ഇങ്ങനെ ഡോട്ട് ഇടുന്ന പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ബ്ലൂ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു റോ ഇങ്ങനെ ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിന് താഴെയായിട്ട് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്നിങ്ങനെ അതിന് ജസ്റ്റ് താഴെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒരു ആർച്ച് പോലെ തന്നെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് വൈറ്റ് കൊണ്ടുള്ളത് നമ്മൾ ഒരു റോ അല്ല 2 റോ ആണ് ചെയ്യേണ്ടത്. തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒന്നും കൂടെ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 2 റോ ആയിട്ട് വൈറ്റും കൂടെ ചെയ്തതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ ആ ബ്ലൂ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ലൈൻ പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി അപ്പോൾ അതിന് താഴെ നമ്മൾ ജസ്റ്റ് ആ ഒരു നേരത്തെ നമ്മൾ വൈറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഒരു റോയും കൂടെ ഒന്നിങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു കുഞ്ഞ് ഡിസൈൻ ഒന്നിങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ ഈ ഒരു സെയിം ആർച്ച് തന്നെ നമ്മൾ ഇനി വീണ്ടും വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് നേരെ താഴെയായിട്ടല്ല ഒരു പകുതി ഭാഗം വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബ്ലോക്ക് പോലെ ഒന്നിങ്ങനെ ഒരു ആർച്ച് പോലെ വരച്ചു കൊടുക്കുക. പിന്നെ അതിന് താഴെ വൈറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു 2 ലൈനായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു ബ്ലൂ കൊണ്ട് ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു റോയും കൂടെ വൈറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസൈന് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ബോട്ടിൽ ആദ്യത്തെ ആ ഒരു ആർച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ താഴത്തുനിന്ന് ഒരു പകുതിയിൽ നിന്ന് റൈറ്റിലോട്ടും പിന്നെ ആ പകുതിയിൽ നിന്ന് തന്നെ ലെഫ്റ്റിലോട്ടും ഒരു സെയിം ഡിസൈൻ തന്നെ. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് വരയ്ക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഈ ഒരു 2 നമ്മളൊരു ആർച്ച് പോലെ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അങ്ങനെ ആ ബോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെ ഒന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയാം അങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞ് ലൈൻസും ഈ ബ്ലോക്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് രണ്ടെണ്ണം തമ്മിലിങ്ങനെ ഒരു ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡിസൈൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പം നമ്മൾ ഈ കുഞ്ഞ് മെഹന്തിൻ്റെ ഡിസൈൻസൊക്കെ ചെയ്യുമല്ലോ നമ്മൾ, അതുപോലെയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ കണ്ട ഒരു ഡിസൈൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്.
എനിക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂവും പിന്നെ ആ ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബേബി പിങ്കൊക്കെ ബോട്ടിലിന് ആ ഒരു ബേസ് കോട്ട് അടിച്ചിട്ട് റെഡും വൈറ്റും യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ യെല്ലോ കളർ ബേസ് കോട്ട് അടിച്ചിട്ട് ബ്ലാക്കും വൈറ്റും യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ നെക്കിൻ്റെ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ബ്ലൂ കൊടുത്തിട്ട് പിന്നെ താഴെ ഒരു ഇങ്ങനെ ബ്ലൂ കൊണ്ട് തന്നെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. എന്നോട് കുറച്ച് പേര് ഹായ് വരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സിലു, ഷാനു, ഇർഫാൻ, നജ, കോഴിക്കോടുള്ള അഭിനയ, നതാഷ ബീഗം, അനുശ്രീ, ഫസ്ന, സനീഹ, അവാനി, ബിജു, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് കണ്ണൂരുള്ള റുമൈസയാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ജോർജിയസ് ഒരു സിമ്പിൾ ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 ടൈപ്പ് ബോട്ടിലാണ്. അത് രണ്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി 6th പഠിക്കുന്ന ഫാത്തിമ സന അയച്ചു തന്നത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി വിനോദ് അയച്ചു തന്നത് ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ബോട്ടിലാണ്. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തതായി മലപ്പുറത്തുള്ള 7th പഠിക്കുന്ന അൻഷിഫ അയച്ചു തന്നത് നമ്മളൊരു 5 മിനിറ്റിൻ്റെ ഒരു സിമ്പിൾ ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ പച്ചില ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു പോപ്പി ഫ്ലവറിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മാർബിൾ ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇറാഖിൽ നിന്ന് ജിഷ സന്തോഷ് അയച്ചു തന്നത് നമ്മളൊരു ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി നസീമ, ബിന്ത്, ഹുസൈൻ അയച്ചു തന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു ജോർജിയസ് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫർസാന അയച്ചു തന്നത് നമ്മൾ എക്സെല്ലിൽ ഉപയോഗിച്ചിട്ടൊരു ജാപ്പനീസ് മോഡൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ചെയ്ത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി 5th പഠിക്കുന്ന അൻസ്ന മാരി അയച്ചു തന്നത് നമ്മൾ പാവക്കയുടെ കുരു ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഹിദായ അയച്ചു തന്നത് നമ്മൾ 5 മിനിറ്റിൻ്റെ ഒരു ജോർജിയസ് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.